നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ ഇതുപോലെയുള്ള ചില ഉപ്പാപ്പമാര് ബാബമാരുണ്ട്, ഈ ഔലിയ മസ്താൻ എന്നൊക്കെ പറയുന്ന ഈ തരീക്കത്തിന്റെ വക്താക്കൾ. ഇതിൽ രണ്ടു തരം ഉപ്പാപ്പമാരുണ്ട്. ഒന്ന് സ്വയം ഉപ്പാപ്പമാരായി വരുന്ന ആളുകൾ, മറ്റൊന്ന് ജനങ്ങൾ പിടിച്ച് ഉപ്പാപ്പമാരാക്കുന്നവർ. അതിൽ ഈ സ്വയം ഉപ്പാപ്പമാരാകുന്നവര് അവർക്ക് ഓരോ പടികളുണ്ട്, അവരുടെ വളർച്ചയുടെ ഓരോ പടികളുണ്ട്. അതിലൊരു പ്രത്യേക പടി എത്തിക്കഴിഞ്ഞാൽ ഇവരൊരു മഹദി പരാമർശം നടത്താറുണ്ട്. അത് 3 രീതിയിലാണ് അത് പ്രധാനമായി സംഭവിക്കുക. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് അവര് മഹദി ഇമാമിനെ കണ്ടിട്ടുണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ മഹദി ഇമാം ഒരു പ്രത്യേക സ്ഥലത്ത് വെളിവായിട്ടുണ്ട് എന്ന് പറയും. മക്കയിലോ മദീനത്തോ അല്ലെങ്കിൽ മട്ടാഞ്ചേരിയിലോ എവിടെയെങ്കിലും മഹദി ഇമാം ഉണ്ട് എന്ന് പറയും. അവരെടുത്ത് വന്നിട്ടുണ്ട്, അവർ കണ്ടിട്ടുണ്ട്, അവരെ കഴിഞ്ഞ ദിവസം വന്ന് ചായ കുടിച്ച് പോയിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ മഹദി ഇമാം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ വരിക എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ മഹദി ഇമാമിനെക്കാളും വലിയ ഒരാൾ ഈ ഉപ്പാപ്പ ആയി എന്നുള്ളത് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമം. അതാണ് ഒന്നാമത്തെ രീതി. മഹദി ഇമാം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് പറയും. രണ്ടാമത്തെ രീതി ആള് സ്വയം മഹദി ഇമാമാണെന്ന് പറയും. ഞാൻ സ്വയം മഹദി ഇമാമാണ് എന്നുള്ളത് പറയും. അത് എല്ലാവരോടും ചിലപ്പോൾ പറയില്ല, ഏതെങ്കിലും ഒരാളോട് പറയും. ഇത് രഹസ്യമാക്കി വെക്കണം എന്നും കൂടെ പറയും. അതായത് ഞാൻ മഹദി ഇമാമാണ്, വേറെ ആരും അറിയണ്ട എന്നും കൂടി പറയും. അപ്പൊ ഈ പാവത്താൻ ഇത് വിശ്വസിക്കും. അദ്ദേഹത്തിന് ഇത് ഇങ്ങനെ പറയാനുള്ള ഒരു വെമ്പലുണ്ടാകും. അദ്ദേഹം ആരോടും പറയില്ല, പക്ഷെ ഇദ്ദേഹം ആരാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ള രീതിയിൽ പലയിടത്തും അങ്ങനെ പറഞ്ഞു നടക്കും. ഇത് ചിലപ്പോൾ ഒരു പക്ഷേ അയാൾ പറയുന്നുണ്ടാവും ഒരാളോടായിരിക്കില്ല, ഒന്നിൽ കൂടുതൽ ആളുകളോട് ഇതേപോലെ തന്നെ പറയും, ഞാൻ സ്വയം മഹദി ഇമാമാണെന്ന് പറയും. മൂന്നാമത്തെ രീതി ഈ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾ നിങ്ങൾ മഹദി ഇമാമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കളയും, അല്ലെങ്കിൽ ആ വ്യക്തി മഹദി ഇമാമാണ് എന്ന് പറയും. ഇതാണ് കുറച്ചും കൂടെ അപകടം പിടിച്ച ഒരു മഹദി പ്രഖ്യാപനം. കാരണം ഈ പാവത്തിന്റെ ജീവിതം അതോടുകൂടി ആകെ താറുമാറാകും.